അണ്ണൻ ഇത്രയ്ക്ക് പൊളിയാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. ആ ഇഞ്ചി പോലീസിന്റെ കിടപ്പ് കണ്ട പെറ്റ തള്ള സഹിക്കൂല. അമ്മാതിരി അടിയല്ലേ അണ്ണൻ അയാൾക്കിട്ട് അടിച്ചത്. എടാ, അയാൾ എന്റെ പച്ചമുളകുമായി കിട്ട് നല്ലപോലെ ചാമ്പി. ജയിലിൽ വെച്ച് പച്ചമുളകുമായി വളരെ സങ്കടപ്പെട്ട എന്നോട് അത് പറഞ്ഞത്. അത് കേട്ട അന്ന് കരുതിയത് അയാൾക്കിട്ട് പിടക്കണമെന്ന്. അത് ശരിയാ കിഴങ്ങനെണ്ണ, പച്ചമുളകണ്ണനെ അയാൾ ശരിക്കും ഉപദ്രവിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കുമ്പോ കിഴങ്ങനെണ്ണൻ അയക്കിട്ട് കൊടുത്തത് കുറഞ്ഞു പോയോ എന്നൊരു സംശയം. എടാ കശു, എന്റെ ഈ രൂപം മാത്രമേ ഉള്ളൂ. പക്ഷെ ആരെങ്കിലും സങ്കടപ്പെട്ടാൽ എനിക്കും സങ്കടം വരും. എന്റെ ഹാർട്ട് വെറും ലോലമാ. എന്നെ സ്നേഹിച്ചാൽ ഞാനും ഓക്കെ. പക്ഷെ എന്നോട് മുട്ടാൻ വന്നാൽ തീർത്ത് കളയും ഞാൻ. ഒരുത്തനെ എനിക്ക് പേടിയില്ല. ഞാൻ ഒരുപാട് സ്നേഹിച്ച എന്റെ വൈഫിനെ ആ മഞ്ജു ക്യാരറ്റ് അടിച്ചോണ്ട് പോയപ്പോ തുടങ്ങിയതാ എന്റെ ഈ കലിപ്പ്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെണ്ണ, ആ കാടമുട്ട എന്നോട് മറിച്ചും തിരിച്ചും ചോദിച്ചു ആ ഇഞ്ചി അടിച്ചതിൽ എനിക്ക് പങ്കുണ്ടോന്നറിയാൻ. ഈ കാട്ടിലെ കിങ് ആണെന്ന് അങ്ങേരുടെ വിചാരം. ഏതവനാണെങ്കിലും എനിക്ക് പുല്ലാണടാ. ഏത് കാടമുട്ടയായാലും വരാൻ പറ, അവന്റെ ഉണ്ണി തല്ലി പൊട്ടിക്കും ഞാൻ. എന്റെ ബീട്രൂട്ട് മോള് പോയി, എനിക്കിനി ഒന്നും നഷ്ടപ്പെടാനില്ല. കിഴങ്ങനെണ്ണൻ എന്റെ കൂടെ വാറ്റ് തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് വല്ലാത്തൊരു ധൈര്യമാണ്. അണ്ണന് ഫാമിലി ഇല്ലാത്ത ഒരു കണക്കിന് നല്ലതാ. നമുക്ക് വാറ്റിയും കുടിച്ചു ഈ കാട്ടി കഴിയാവണം. അതൊക്കെ ഓക്കെ, എന്റെ കോട്ട ദിവസവും എനിക്ക് ഇങ്ങ് തരണം. നിന്റെ പ്രൊട്ടക്ഷന്റെ കാര്യം ഞാൻ ഏറ്റു. ഈ കിഴങ്ങനുള്ളപ്പോ ആരും നിന്നെ തൊടില്ല. മതി എണ്ണ മതി. എനിക്ക് സന്തോഷമായി. ഇത്രയും നാൾ ആ കാടമുട്ടയുടെ കൂടെ ഒരു അടിമയെ പോലെയാണ് ഞാൻ കഴിഞ്ഞത്. എനിക്കിനി എന്റെ സാമ്രാജ്യം വളർത്തണം. എന്നാലും അണ്ണാ, നമ്മളൊന്ന് കരുതിയിരിക്കണം. അടി പല പല വഴിക്കും വരും. ആ ഇഞ്ചി ഹോസ്പിറ്റലിൽ വിട്ടാൽ ആദ്യം നമ്മളെ തപ്പി വരും. പോരാത്തതിന് ആ കാടമുട്ട ഏതവനായാലും വരട്ടെ, അവനെയൊക്കെ ഇടിച്ച് ശരിയാക്കും ഞാൻ. എന്നെ അവന്മാർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല.